CPR കൊടുക്കേണ്ട ഒരു സിറ്റുവേഷനൊക്കെ വന്നിട്ട് നമ്മുടെ അറിവില്ലായ്മ കൊണ്ട് നമ്മളിങ്ങനെ നോക്കി നിൽക്കേണ്ടി വന്ന പല അവസ്ഥയും നമുക്കുണ്ടായിട്ടില്ലേ? നമ്മളുടെ കാരണം കൊണ്ട് ഒരാളുടെയെങ്കിലും ജീവൻ രക്ഷിക്കാൻ കഴിയുമെങ്കിൽ അതൊരു വലിയൊരു കാര്യമാണ്. ഈ ഒരു വീഡിയോ കണ്ടു കഴിയുന്നതോടുകൂടി നിങ്ങൾ CPR കൊടുക്കാൻ പഠിച്ചിരിക്കും. നിങ്ങൾ CPR കൊടുക്കുമ്പോൾ ഇങ്ങനെ മുട്ടുകുത്തിയിരുന്ന് നിങ്ങളുടെ ഒരു കൈയിൻ്റെ ഹീൽ ഭാഗം കിടക്കുന്ന ആളുടെ ചെസ്റ്റിൻ്റെ സെൻട്രലായിട്ട് വെക്കുക. ഇനി നമ്മൾ മറ്റേ കൈയിൻ്റെ ഫിംഗേഴ്സ് ഈ ഒരു കൈയിൻ്റെ ഫിംഗേഴ്സുമായിട്ട് ഇൻ്റർലോക്ക് ചെയ്യുക. നമ്മുടെ ഷോൾഡറിൽ അയാളുടെ ചെസ്റ്റുമായിട്ട് പെർപെൻഡിക്കുലർ ആവുന്ന രീതിയിൽ പൊസിഷൻ ചെയ്യുക. ഇനി നമ്മൾ ചെസ്റ്റ് കംപ്രസ് ചെയ്തു തുടങ്ങുക. 1 മിനിറ്റിൽ 100 മുതൽ 120 കംപ്രഷൻസ് ചെയ്യുന്ന വേഗതയിലായിരിക്കണം നമ്മൾ ചെസ്റ്റ് കംപ്രഷൻസ് ചെയ്യേണ്ടത്. ഇങ്ങനെ 30 കംപ്രഷൻസ് ആണ് നമ്മൾ ഒരു സൈക്കിളിൽ ചെയ്യുക. അപ്പോൾ 30 കംപ്രഷൻസ് ചെയ്ത് കഴിഞ്ഞ ശേഷം ചെയ്യേണ്ട കാര്യമാണ് റെസ്ക്യൂ ബ്രീത്തിങ്. ഈ റെസ്ക്യൂ ബ്രീത്തിങ് ട്രെയിൻഡ് ആയിട്ടുള്ള ആൾക്കാർ ചെയ്യുന്നതായിരിക്കും നല്ലത്. അല്ലാത്തവർ ചെസ്റ്റ് കംപ്രഷൻ ചെയ്താലും മതിയാകും. നമ്മളുടെ വായ അയാളുടെ വായോട് ചേർത്ത് പിടിച്ചിട്ട്